1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 3. ദാവീദിന്റെ സന്തതികൾ. ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ. ആദ്യജാതൻ അമ്നോൻ ജസ്രയേൽക്കാരി അഹിനോവാമിൽ ജനിച്ചു. രണ്ടാമൻ ദാനിയേൽ കാർമൽക്കാരി അബിഗായിലിൽ ജനിച്ചു. മൂന്നാമൻ അബ്സലോം ഗഷൂർ രാജാവായ തൽമായുടെ മകൾ മാക്കായിൽ ജനിച്ചു. നാലാമൻ അദോനിയ ഹഗ്ഗീത്തിൽ ജനിച്ചു. അഞ്ചാമൻ ഷഫാത്തിയ അബിത്താലിൽ ജനിച്ചു. ഭാര്യ എഗ്ലായിൽ. ആറാമൻ ഇത്രായം ജനിച്ചു. ഹെബ്രോണിന്റെ 7.5 വർഷത്തെ ഭരണത്തിനിടയിൽ ദാവീദിന് ഈ 6 പുത്രന്മാർ ജനിച്ചു. അവൻ ജെറുസലേമിൽ 33 വർഷം ഭരിച്ചു. അവിടെ വെച്ച് അവന് ജനിച്ച പുത്രന്മാർ ഷിമയ, ഷോബാബ്, നാദാൻ, സോളമൻ എന്നീ 4 പേർ. അമ്മിയേലിന്റെ മകളായ ബത്ശൂവ ആണ് ഇവരുടെ അമ്മ. ഇബ്ഹാർ, എലീഷാമ, എലിഫെലത്ത്, നോഗ, നേഫക്ക്, യാഫിയ, എലിഷാമ, എലിയാദ, എലിഫേലത്ത് ഇങ്ങനെ 9 പേർ. ഉപനാരികളിൽ ജനിച്ചവരെ കൂടാതെ ദാവീദിനുണ്ടായ പുത്രന്മാരാണിവർ. അവർക്ക് താമാർ എന്നൊരു സഹോദരിയും ഉണ്ടായിരുന്നു. സോളമന്റെ സന്തതികൾ തലമുറക്രമത്തിൽ റഹോബോവാം, അബിയ, ആസ, യഹോഷാഫാത്ത്, യോറാം, അഹസിയ, യോവാഷ്, അമസിയ, അസറിയ, യോദാം, ആഹാസ്, ഹെസക്കിയ, മനാസെ, ആമോൺ, ജോസിയ. ജോസിയയുടെ പുത്രന്മാർ ആദ്യജാതൻ യോഹനാൻ, രണ്ടാമൻ യഹോയാക്കീം, മൂന്നാമൻ സദക്കിയ, നാലാമൻ ശല്ലൂം. യഹോയാക്കീമിന്റെ മകൻ യെക്കോണിയ, അവന്റെ മകൻ സദക്കിയ. വിപ്രവാസിയായ യെക്കോണിയയുടെ പുത്രന്മാർ ഷെലാത്തിയേൽ, മൽക്കീരാം, പെദായ, സെനാസർ, യക്കാമിയ, ഹോഷാമ, നെദബിയ. പെദായയുടെ പുത്രന്മാർ സെറുബാബേൽ, ഷിമയി, മെഷുല്ലാം, ഹനാനിയ എന്നിവർ സെറുബാബേലിന്റെ പുത്രന്മാരാണ്. ഷെലോമിത്ത് അവരുടെ സഹോദരി. ഹഷൂബ, ഓഹൽ, ബറേക്കിയ, ഹസാദിയ, യഷബഹേസദ് എന്നീ 5 പുത്രന്മാർ കൂടി അവനുണ്ടായി. ഹനനിയായുടെ പുത്രന്മാർ പെലാത്തിയ, ഏശയ്യ. ഏശയ്യയുടെ പുത്രൻ റഫായ. റഫായുടെ പുത്രൻ അർനാൻ. അർനാന്റെ പുത്രൻ ഓബദിയ. ഒബാദിയയുടെ പുത്രൻ ഷെക്കാനിയ. ഷെക്കാനിയയുടെ പുത്രൻ ഷെമായ. ഷെമായയുടെ പുത്രന്മാർ ഹത്തൂഷ്, ഇഗ്ഗാൽ, ബറിയ, നെയാറിയ, ഷാഫാത്ത്. ഷെക്കാനിയയ്ക്ക് ആകെ 6 പേർ. നെയാറിയയുടെ പുത്രന്മാർ എലിയോനോവായ്, ഹിസ്കിയ, അസ്ക്രിക്കാം. ഇങ്ങനെ 3 പേർ. എലിയോനോവായുടെ പുത്രന്മാർ ഹൊദാവിയ, എലിയാഷിക്ക്, പെലായ, അക്കൂബ്, യോഹന്നാൻ, ദലായ, അനാനി. ഇങ്ങനെ 7 പേർ.